നമസ്കാരം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. ഈ മാസം 1600 രൂപയ്ക്ക് പകരം 3200 രൂപയാണ് എത്തിച്ചേരുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ്. എല്ലാ മാസവും അവസാനം ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. നവംബർ അവസാന വാരം ലഭിക്കേണ്ട തുക ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നിട്ടില്ല. നവംബർ 6-നാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയും കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യും. 62 ലക്ഷത്തോളം പേർക്ക് ഈ സഹായം എത്തിച്ചേരും. അനർഹമായി നിരവധി പേർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി ഈ ആനുകൂല്യങ്ങൾ നിരവധി പേർ വാങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇനി മുതൽ പരിശോധന ആരംഭിക്കുന്നത്. വീടുകളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനയ്ക്ക് പകരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലാണ് പരിശോധന ആരംഭിക്കുന്നത്. വീടുകളിൽ AC, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, വാഹനങ്ങൾ എന്നിവ നോക്കിയാണ് പരിശോധന. മോട്ടോർ വാഹന വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് നിയമം നടപ്പിലാക്കുക. അനർഹമാണെന്ന് കണ്ടെത്തുന്നവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും. സാമ്പത്തിക പുരോഗമനം ഉള്ളവരെയാണ് നിലവിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല. മാസാമാസം മസ്റ്ററിംഗ് നടത്തുന്ന പ്രത്യേക സംവിധാനം ഇനി സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് നിലവിൽ നടപ്പാക്കുക കിടപ്പ് രോഗികൾക്കാണ്. അതായത് വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ എത്തി മാസാമാസം കൈകളിൽ പെൻഷൻ തുക നൽകുന്ന രീതിയുണ്ട്. എന്നാൽ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടാലും ഈ രീതിയിലുള്ള തട്ടിപ്പ് നടക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ സംവിധാനം നിർബന്ധമാക്കുന്നത്. മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ പ്രത്യേക സംവിധാനം വഴിയോ അതുമല്ലെങ്കിൽ ഫേസ് സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് നടത്തുന്ന രീതിയോ ആയിരിക്കും നടപ്പിലാക്കുക. വീട്ടിൽ പെൻഷൻ തുക എത്തിക്കുന്ന മുറയ്ക്ക് തന്നെ മസ്റ്ററിംഗും പൂർത്തീകരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം വാർഷിക മസ്റ്ററിംഗ് തന്നെയാണ് നടപ്പിലാക്കുക. 2024 വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തിലെ പെൻഷൻ തുക 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യും. ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസങ്ങളായി പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുകയടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 തുക പെൻഷൻ അനുവദിച്ചേക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർ